എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഒടിച്ചുകുത്തി നാരകം എന്ന് വിളിക്കുന്ന നാരക വെറൈറ്റിയാണ്. വളരെ എളുപ്പത്തിൽ നട്ടു വളർത്താവുന്നതും നമ്മുടെ കാലാവസ്ഥയ്ക്ക് തീർത്തും അനുയോജ്യവുമായിട്ടുള്ള ഒരു നാരകമാണിത്. ഇതിൻ്റെ പ്രൊപ്പഗേഷന് വളരെ സിമ്പിളാണ്. അതായത് നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്ന ഒരു ചെടി നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഈ ഒടിച്ചുകുത്തി നാരകത്തിൻ്റെ ചെടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതായത് ഒരു പോളി ബാഗിൽ ഈക്വൽ ക്വാണ്ടിറ്റി ചകിരിച്ചോറ് കമ്പോസ്റ്റും ചാണകപ്പൊടിയും മിക്സ് ചെയ്തതിന് ശേഷം ഒരു പെൻസിൽ തിക്നെസ് ഉള്ള ഒരു കമ്പ് മുറിച്ചെടുത്തിട്ട് വേര് പിടിപ്പിച്ചെടുക്കുക. അങ്ങനെ വേര് പിടിപ്പിച്ചെടുത്ത് നട്ട ഒരു ചെടിയാണ് കേട്ടോ ഇത്. വിത്ത് മുളച്ച് വരുന്ന ഒരു ചെടിയേക്കാൾ, അതായത് ഒരു സീഡ്ലിങ്ങിനേക്കാളും വളരെ പെട്ടെന്ന് കായ്ക്കുന്നു എന്നുള്ളതാണ് ഈ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന ചെടിയുടെ പ്രത്യേകത. അതായത് നട്ടിട്ട് ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങും. പക്ഷെ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഉൽപ്പാദനം വളരെ കൂടുതലായിട്ട് കിട്ടും. നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം ഇത് നടേണ്ടത്. ഇത് നമുക്ക് വേണമെങ്കിൽ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം നമ്മളെ പറമ്പിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ വലിയൊരു ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ പുതിയ രീതിയിൽ നമുക്ക് കിട്ടുന്ന ബാരലോ വെച്ചിട്ട് നമുക്കിത് നടാം. 2 അടി വീതം നീളവും വീതിയും താഴ്ചയുള്ള കുഴിയെടുത്തിട്ടായിരിക്കണം നമ്മൾ നടേണ്ടത്. ആദ്യം തന്നെ കുഴിയിൽ 1/2 കിലോഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഉണങ്ങ ചാണകപ്പൊടിയും മേൽമണ്ണുമായിട്ട് കുഴി നിറക്കുക. കട്ടിങ്സ് അല്ലെങ്കിൽ ലെയർ തൈകൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, അതായാലും മതി. സീഡ്ലിങ്ങിലേക്ക് പോകരുത്. ആദ്യ ദിവസങ്ങളിൽ ദിവസവും നന കൊടുക്കുന്നതാണ് നല്ലത്. പുതിയ തിരികളൊക്കെ വന്നു കഴിഞ്ഞാൽ 2 ദിവസത്തിലൊരിക്കൽ എന്നുള്ള രീതിയിലേക്ക് നന നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാം. ആദ്യഘട്ടത്തിൽ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള വളങ്ങളാണ് കൂടുതൽ നൽകേണ്ടത്. നല്ല പൊടിഞ്ഞ ജൈവവളം, അത് നമുക്ക് കമ്പോസ്റ്റോ മണിര കമ്പോസ്റ്റോ ഇനി കാലിവളമോ എന്താണെങ്കിലും നല്ലവണ്ണം പൊടിഞ്ഞ വളം നൽകണം. ശരിക്കും പറഞ്ഞാൽ പൊടിഞ്ഞ കാലിവളം 10 കിലോഗ്രാമാണ് ഒരു വർഷം പ്രായമായ തൈകൾക്ക് നൽകേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 3/4 കിലോഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ ചാരവും നൽകാം. 5 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു നാരകത്തിന് നമുക്ക് 50 കിലോഗ്രാം വരെ ജൈവവളം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ 2 കിലോഗ്രാം നമ്മുടെ ചാരവും ചേർത്ത് കൊടുക്കും. സാധാരണഗതിയിൽ നമ്മൾ ഈ നാരകത്തിന് അങ്ങനെ വളം ചേർക്കാറില്ല, രാസവളങ്ങൾ. പക്ഷേ രാസവളങ്ങൾ നൽകിക്കഴിഞ്ഞാൽ ഉൽപ്പാദനം കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതായത് യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് എന്ന രീതിയിൽ വളപ്രയോഗം നടത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പല തവണയായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വർഷത്തിൽ 2 തവണയായിട്ട്, അതായത് മെയ് ജൂൺ മാസത്തിലും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും നൽകാം. അപ്പോൾ അത് കൊടുക്കുമ്പം നമുക്ക് 100 ഗ്രാം വീതം യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് എങ്ങനെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായി. മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഒഴിവാക്കുന്നതിനായിട്ട് നട്ട് 1 വർഷം കഴിയുമ്പോഴത്തേക്കും 50 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കണം. കാരണം കാൽഷ്യം മഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കാണ് നാരകത്തിന് പലതരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാവുക. പിന്നെ നമ്മൾ ചെടിക്ക് നല്ല കരുത്തും അതേപോലെ തന്നെ നല്ല സ്റ്റൈൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൊമ്പുകോതാം, അതായത് പ്രൂണിങ് നടത്തുന്നതാണ് നല്ലത്. ആവശ്യമില്ലാത്ത ബ്രാഞ്ചസൊക്കെ കട്ട് ചെയ്തിട്ട്, അതേപോലെ തന്നെ ഈ രോഗം വന്ന് ഉണങ്ങിപ്പോയ ബ്രാഞ്ചസ് ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നീക്കാം. അധികമായി തളിർത്ത് വരുന്ന ഇളം കമ്പുകൾ വെട്ടി നീക്കുന്നത് നല്ലതാണ്. പിന്നെ ഷേപ്പ്, ഒരു കുടയുടെ ഷേപ്പാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സാധാരണഗതിയിൽ ഇതിനകത്ത് ഒരു തരത്തിലുള്ള കീടങ്ങളും രോഗങ്ങളും ഒന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് അടുക്കളത്തോട്ടത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് ഈ നാരകം എന്ന് പറയുന്നത്. ഇത് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ നല്ല മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ മാത്രം നമ്മളിത് ചെടിയിൽ നിന്ന് പ്ലക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇത് അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ, മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നിറം നല്ല മഞ്ഞ കളറായിട്ട് മാറും. പച്ചയായിരിക്കുന്ന നാരകം പറിച്ചെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ല ഇതുപോലെ മൂത്ത് പഴുത്തതിന് ശേഷം നമുക്ക് ഒരു കത്തിയുടെയും ഹെൽപ്പില്ലാതെ തന്നെ ഇത് നമുക്ക് പ്ലക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ജ്യൂസ് എടുക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല, ഭയങ്കര കയ്പ്പ് വരും. അതിന് പകരം നമുക്ക് നടുകെ പൊളർന്നതിന് ശേഷം നമ്മൾ മൂസമ്പിയൊക്കെ ജ്യൂസ് എടുക്കില്ലേ, ആ രീതിയിൽ നമ്മൾ ജ്യൂസറിൻ്റെ ആ രീതിയിലുള്ള ജ്യൂസർ വെച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. 1 ലിറ്റർ ജ്യൂസിന് 1 കിലോ പഞ്ചസാര എന്നുള്ള രീതിയിൽ പഞ്ചസാര പാനിയായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ക്വാഷ്, അതായത് ഒരു കോൺസെൻട്രേറ്റ് നമ്മളെ കയ്യിൽ റെഡി ആയിട്ട്. ഇത് ജസ്റ്റ് വെള്ളം ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ജ്യൂസ് കൊടുക്കാനാണെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നാരങ്ങ കറി ഉണ്ടാക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ഒടിച്ചുകൂത്തി നാരകം. ഇതിൻ്റെ തൊലി നമുക്ക് ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ പാത്രങ്ങൾ കഴുകാനുള്ള ഒരു ലിക്വിഡ് ക്ലീനറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും.
വൈറ്റമിൻ എയുടെയും കാൽഷ്യത്തിൻ്റെയും റിച്ച് സോഴ്സാണ് ഈ നാരകത്തിൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിക്കറ്റ്, സ്കർവി തുടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ഡെഫിഷ്യൻസിയും ഒന്നും തന്നെ വരാനുള്ള സാധ്യതയില്ല ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ. ക്ഷീണം മാറാനും അതുപോലെ തന്നെ ദഹനക്കേട് മാറ്റാനും ബെസ്റ്റാണ് ഇതിൻ്റെ ജ്യൂസ്. ഒന്നും വിശപ്പ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഇല്ലാത്ത ആൾക്കാർക്ക് വിശപ്പ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഇതിൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത്. മുറ്റത്ത് വെയിൽ കൊള്ളുന്ന സ്ഥലമില്ല എന്ന് വിചാരിച്ചിട്ട് നാരകം നടാതിരിക്കുകയൊന്നും വേണ്ട. ഈ ഒടിച്ചുകൂത്തി നാരകത്തിന് നമുക്ക് ഡ്രമ്മിൽ കൃഷി ചെയ്യുക, അല്ലെങ്കിൽ വലിയ ചെടിച്ചട്ടിയാണെങ്കിലും മതി. ഇത് നട്ട് 6 മാസത്തിൽ കായ്ച്ചൊരു ചെടിയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് വേര് പടലം നന്നായിട്ട് ഫിറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഡ്രമ്മായിരിക്കണം നടേണ്ടത്. വളരെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഷേപ്പിൽ അതങ്ങനെ വളർന്നോളും. ഡ്രമ്മിൽ നിറക്കുന്ന പോട്ടിംഗ് മിശ്രിതത്തിൽ പകുതി ചകിരിച്ചോറ് കമ്പോസ്റ്റും പകുതി പൊടിഞ്ഞ കാലിവളവുമായിരിക്കണം. അതേപോലെ തന്നെ എല്ലുപൊടി ഒരു 200 ഗ്രാം വരെ ഒരു ഡ്രമ്മിനകത്ത് ഇട്ട് കൊടുക്കാം തുടക്കത്തിൽ തന്നെ. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വളപ്രയോഗമാണ്. നമുക്ക് മണ്ണിൽ നടുന്ന ഒരു ഒഴിച്ചുകൂട്ടി നാരകത്തിന് കൊടുക്കുന്ന വളപ്രയോഗത്തിൻ്റെ അതേ വളപ്രയോഗം തന്നെയാണ് വേണ്ടതെങ്കിലും പല തവണയായിട്ട് കൊടുക്കുക. അതായത് 2 ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് 50 ഗ്രാം വീതം വളം നൽകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 50 ഗ്രാം ഫാക്ടം ഫോസ് ആണെങ്കിൽ അത് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക. അതായത് ഇതിൻ്റെ വേര് പടലത്തിന് ഹെവി ഡോസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷതം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത് ഡ്രമ്മിലാണ് വളർത്തുന്നത്. അതിൻ്റെ വേര് പടലത്തിന് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ന്യൂട്രിയൻ ലോസും കുറവായിരിക്കും. അതേപോലെ നമ്മളുടെ ടെറസിനും കേടുവരാത്ത രീതിയിലുള്ള വളപ്രയോഗ രീതിയായിരിക്കണം. അങ്ങനെ വിചാരിച്ച് നമുക്ക് ജൈവവളങ്ങൾ കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ 2 ആഴ്ചയിലൊരിക്കലും പൊടിഞ്ഞ ജൈവവളം 1 കിലോഗ്രാമെങ്കിലും ഡ്രമ്മിലിടുന്ന രീതിയിലുള്ള വളപ്രയോഗ രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നിറച്ചും കായകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നേരായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വീട്ടിലൊരു നാരകം, ഈ രീതിയിലുള്ള ഒരു ഒടിച്ചുകൂത്തി നാരകം ഉണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ടുന്ന നാരങ്ങയുടെ ഒരു ആവശ്യം പലപ്പോഴും നമുക്ക് ജ്യൂസ് ആക്കാനായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ വരുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ള സർബത്തും അങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് നമുക്ക് പലപ്പോഴും ഇതിൻ്റെ ആവശ്യം വരുന്നത്. അത് ഫുള്ള് സാറ്റിസ്ഫൈ ചെയ്യാൻ ഇങ്ങനെയുള്ള ഒരു ചെടി ഉള്ളതുകൊണ്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.